കടകളിൽ കിട്ടുന്ന ഫ്രഷ് ലൈം, നല്ല വൈറ്റ് കളറുള്ള ലൈം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ലൈമിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നല്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളം വേണം, ഐസ് ക്യൂബ്സ് വേണം. ഞാൻ ഒരു 50 അണ്ടിപ്പരിപ്പ് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്ക് അന്ന് അരച്ചെടുക്കാം. പെട്ടെന്ന് അരഞ്ഞു കിട്ടാനാണ് അണ്ടിപ്പരിപ്പ് വേറെ അരയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് വലിയ ജാറിലേക്ക് ഒഴിക്കുക. അതുപോലെ നമുക്ക് എത്രത്തോളം നാരങ്ങാനീര് വേണോ അത്രയും ഒഴിക്കുക. ഒരു 3 ഗ്ലാസ്സിലുള്ള അളവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരച്ചതും കൂടെ ചേർത്തിട്ട് ഒരു 2.5 ഗ്ലാസോളം വെള്ളം ഞാനിവിടേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പയിലൂടെ ഇത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വൈറ്റ് കളറുള്ള ഫ്രഷ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ടോ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത്. അടിപൊളി ഫ്രഷ് ലൈമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ലൈം റെസിപ്പീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കണിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണേ. അപ്പോഴാണ് ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രഷ് ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കണേ. ഒരു പിങ്ക് ലൈം, ഓറഞ്ച് കളർ ലൈം, മാംഗോ ചില്ലി ലൈം തുടങ്ങി ഒരുപാട് ലൈം വെറൈറ്റീസും ഒരുപാട് ട്രാവലിംഗ് വ്ളോഗ്സ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലോ. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.